ഇനി വേദയെ ഒരുപാട് മോശമായിട്ട് പറയുകയാണ് കേട്ടോ സുധാകരൻ മാഷ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും വേദയ്ക്കും അങ്ങ് ഭയങ്കര വിഷമാവാണ്. ആ വീട്ടിലുള്ള എല്ലാവരും വേദയെ തള്ളി പറയാണ് കേട്ടോ. അവസാനം കമലമ്മ വരെ പറയുന്നുണ്ട്, വീട്ടിലേക്ക് പൊയ്ക്കോളൂ കുട്ടി, ഇവിടെ ഇങ്ങനെ എന്തിനാ ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വേദ തീരുമാനിക്കുകയാണ്, എന്നത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയേക്കാം എന്നിങ്ങനെ അവരോട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ വേദയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, തൻ്റെ പിറന്നാളല്ലേ വരുന്നത്, വീട്ടിൽ പോയി അച്ഛനെ കണ്ട് ആശീർവാദം വാങ്ങണം, അതുപോലെ മുത്തശ്ശിയോടും ആശീർവാദം വാങ്ങണം എന്നൊക്കെയുള്ള ഒരു വിചാരത്തിലാണ് വേദ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. പക്ഷേ വേദ തിരിച്ച് വീട്ടിലേക്ക് പോയെന്നാണ് സുധാകരൻ മാഷും അതുപോലെ വീട്ടിലുള്ള എല്ലാവരും കരുതുന്നത്. വിക്രവും അങ്ങനെ തന്നെയാണ് കേട്ടോ കരുതുന്നത്. അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആഹാ മോള് വന്നല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. വേദയുടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പം വേദ വന്ന വഴി പറയുകയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് എന്ന് പറയുകയാണ് കേട്ടോ. ആഹാ മോള് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നല്ലോ, സന്തോഷമായി എന്ന് പറയുകയാണ് എല്ലാവരും. എന്നിട്ട് അവിടുന്ന് ഞാൻ ഇറങ്ങി പോന്നു എന്നും പറയുന്നുണ്ട് വേദ. അങ്ങനെ ഭക്ഷണം എല്ലാം വിളമ്പി വെച്ചിരിക്കുകയാണ്. വേദ ഇപ്പം കഴിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഉടനെ തന്നെ കഴിക്കുന്ന കാണുമ്പോഴേക്കും വേദയുടെ അമ്മ പറയുകയാണ്, അത് മോളെ ഒരുപാട് നാളായില്ലേ മോക്ക് ഞാൻ വിളമ്പി തന്ന് കഴിച്ചിട്ട്, മോക്ക് ഞാൻ ഇന്ന് ഉരുട്ടി വായി വെച്ച് തരാം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയണം, ആ ശരി എന്ന് പറയാം. അങ്ങനെ ഒരു ഉരുള ചോറ് വായി വെച്ച് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും വേദ പറയാണ്, വേണ്ടമേ ഞാൻ തന്നെ കഴിച്ചോളാം, എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പ്, 2 ദിവസമായില്ലേ കഴിച്ചിട്ട് എന്ന് പറയുമ്പോഴേക്കും ഉടനെ മുത്തശ്ശി ചോദിക്കുക, എത്ര 2 മണിക്കൂറാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, 2 മണിക്കൂറല്ല 2 ദിവസം എന്ന് പറഞ്ഞ് ഭക്ഷണം വാരി വലിച്ചങ്ങ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദയുടെ അനിയത്തി ചോദിക്കുന്നുണ്ട്, ചേച്ചി 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം, ഇല്ലെന്നേ കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആർത്തിയോടെ കഴിക്കുമ്പോഴേക്കും വർഷയും ചോദിക്കുന്നുണ്ട്, 2 ദിവസമായിട്ടൊന്നും കഴിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാം, നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നില്ലേ എൻ്റെ ഈ ആർത്തി കാണുമ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കഴിച്ചില്ല എന്നുള്ള കാര്യം, അതുകൊണ്ട് ഞാനൊന്ന് ഭക്ഷണം കഴിക്കട്ടെ ശരിക്കും എന്ന് പറയാം. അപ്പോൾ ഇത് കാണുകയാണ് കേട്ടോ ശങ്കരനാരായണൻ അവിടെ നിന്നുകൊണ്ട്. വേദ വന്നത് ശങ്കരനാരായണൻ ഒരുപാട് സന്തോഷമാണ്. പക്ഷേ വേദ 2 ദിവസമായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആർത്തി പിടിച്ച് കഴിക്കുന്ന കാണുമ്പം എല്ലാവരുടെയും കണ്ണ് നിറയാണ്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ എല്ലാവരും കരയുന്നത്, മോൾ എത്ര ദിവസം കൂടി വീട്ടിലേക്ക് വന്നതാ, അവൾ വന്നപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിലൊക്കെ സംസാരിക്കുക, അല്ലാതെ ഇങ്ങനെ എല്ലാവരും കണ്ണ് നിറഞ്ഞിരിക്കാതെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് വേദയോട് സംസാരിക്കുകയാണ്. വേദ എല്ലാവരോടും നല്ല സന്തോഷമായിട്ട് തന്നെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ തിരിച്ചു വന്നതാണെന്ന് വിചാരിച്ചിട്ട് വർഷ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേദ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ആ ദർശനുമായിട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഈ വിവാഹം പെട്ടെന്ന് തന്നെ ഉറപ്പിക്കണമെന്ന് പറയാം. അങ്ങനെ വർഷയുടെ അച്ഛൻ ദർശനോട് ഇത് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി വേദയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ദർശൻ്റെ അമ്മ പറയുന്നുണ്ട്, വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഇവൾ ഇത്രയും നാളും ആ ഗുണ്ടപ്പയ്യൻ്റെ കൂടെ പോയി ആ തെമ്മാടിയുടെ കൂടെ നടന്നു, എന്നിട്ട് ഇപ്പം തിരിച്ച് വന്നിരിക്കുക, ഇവൾ ആര് പറഞ്ഞാലും കേൾക്കുമെന്ന് തോന്നുന്നില്ല, വീട്ടിലുള്ളവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവൻ്റെ കൂടെ പോയിട്ട് അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇങ്ങോട്ട് പോന്നു എന്നൊക്കെ പറയുമ്പം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക, ദർശൻ്റെ കാര്യമല്ലേ, അവൻ്റെ വിവാഹം നടക്കുമെങ്കിൽ നടക്കട്ടെ, ഏതായാലും വേദ തിരിച്ചു വന്നില്ലേ, നമുക്കവിടെ പോയി സംസാരിക്കാം എന്ന് പറയുമ്പം ദർശൻ പറയാം, അമ്മയൊന്ന് സംസാരിക്കാതിരിക്കുന്നു പറയുക. അപ്പോഴേക്കും ദർശൻ്റെ അമ്മ പറയാം, നീ ഇപ്പോഴും അവളെ മനസ്സിൽ കൊണ്ട് നടന്നു ഭാര്യയായിട്ട്, പക്ഷേ എനിക്ക് അവളെ മരുമകളായിട്ടൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ വേദയെ കണ്ട് ദർശൻ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ വേദ പറഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു, ദർശൻ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ എല്ലാവരും മാറിക്കൊടുക്കുകയാണ് ദർശനും വേദയ്ക്കും വേണ്ടി സംസാരിക്കാനായിട്ട്. എന്നിട്ട് ദർശൻ്റെ അച്ഛനും വേദയുടെ അച്ഛനും കൂടെ തീരുമാനിക്കുന്നുണ്ട്, വിവാഹം നമുക്ക് ഉടനെ തന്നെ നടത്തണം എന്ന് പറയാണ്. ഇനിയിപ്പം ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് പറയാം. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഏയ് അതൊന്നും ഇപ്പോൾ വേണ്ട, അവൾ തിരിച്ചിങ്ങോട്ട് വന്നതല്ലേ, എല്ലാവരും അവളോട് സ്നേഹത്തോടെ സംസാരിച്ച് നമ്മുടെ കുടുംബത്തിലെ അംഗമാണെന്നുള്ള രീതിയിലെല്ലാം പെരുമാറി കുറേ അവളുടെ മനസ്സിലുള്ള എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് പതുക്കെ മതി നമുക്ക് വിവാഹം എന്ന് പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ വിക്രമാണെങ്കിൽ അവിടെ ആ ശ്രീനിവാസൻ സാറ് കൊടുത്ത ഫയൽ
അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട്, ഇത് ആ പട്ടയം കൊടുക്കുന്ന കോളനിയിൽ നിവാസികൾക്ക് പട്ടയം കൊടുക്കുന്ന ഫയലാണെന്ന് പറയുക, അതുകൊണ്ട് ഉടനെ തന്നെ വരണം, ഇപ്പോൾ തന്നെ അത് ശരിയാക്കണം എന്ന് പറയുമ്പം ആ ഫയൽ അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചിട്ടൊന്നും ഈ ഫയൽ കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ശ്രീജയോടും അതുപോലെ നന്ദിനിയോടും എല്ലാം ചോദിക്കുകയാണ്. പക്ഷെ അവരാരും കണ്ടില്ല എന്ന് പറയാണ്. നാശം, ഇതെവിടെ പോയി? അത് ഞാൻ കൊണ്ടുവയ്ക്കുന്നത് അവളാണ് കണ്ടത്, ആ വേദ. അവളാണെങ്കിൽ വീട്ടിലും പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നാശം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ വിക്രം. ഇന്ന് തന്നെ അത് ശരിയാക്കേണ്ട, ശ്രീനി സാറ് പറഞ്ഞതാ, പ്രത്യേകം പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക വിക്രം. ആ സമയത്ത് വേറൊരു മാർഗ്ഗവും ഇല്ലാതെ ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, ആ നമ്പരൊന്ന് തന്നെ അവളുടെ. അപ്പം ശ്രീജ ചോദിക്കുക, ആരുടെ നമ്പർ? ഒന്നും അറിയില്ലേ, അവളുടെ നമ്പർ. അപ്പോൾ ശ്രീജ പറയാം, നിൻ്റെ ഭാര്യയല്ലേ അവള്, ഭാര്യയുടെ നമ്പർ മറ്റുള്ളവരോടാണോ ചോദിക്കുന്നത്? ദേ മിണ്ടാതിരുന്നോണം, ഭാര്യ ഹീരിയ, ആ നമ്പർ തരുന്നുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രീജ പേടിച്ചിട്ട് നമ്പർ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിക്രം വേദയെ വിളിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഹലോ ആരാ ഇത് എന്ന് ചോദിക്കുക. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ആരാന്ന് നിനക്ക് മനസ്സിലായില്ലേടി, എൻ്റെ നമ്പർ നിൻ്റെ കയ്യിലില്ലേ? അപ്പം വേദ പറയാണ്, സോറി എൻ്റെ കയ്യിൽ നമ്പറില്ല, എനിക്ക് സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവുന്നുമില്ലല്ലോ എന്ന് പറയാണ്. വേദയ്ക്ക് മനസ്സിലായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, ഏയ് നിനക്കറിയാം, നീ വെറുതെ അഭിനയിക്കരുത്, ഞാൻ വിക്രമാണെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. ഓ വിക്രമായിരുന്നോ, എനിക്കിപ്പോഴാണ് മനസ്സിലായി, സോറി ഞാൻ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്താ ഇപ്പോൾ വിളിച്ചേ എന്നിങ്ങനെ ചോദിക്കുക. എന്താ വിളിച്ചതെന്നോ, ആ ഡോക്യുമെൻറ്റ്സ് എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ വേദ പറയും, ഏത് ഡോക്യുമെൻറ്റ്സ്? ആ ശ്രീനിവാസ സാറ് തന്ന ഡോക്യുമെൻറ്റ്സ് ഞാൻ അവിടെ കൊണ്ടുവച്ചില്ലേ ഷെൽഫിൽ, അത് എവിടെയാണ് ഇരിക്കുന്നതെന്നാണ് നിന്നോട് ചോദിച്ചത്. അപ്പോൾ വേദ പറയും, ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അപ്പോൾ വിക്രം പറയുക, ഓർമ്മ കിട്ടുന്നില്ല നിനക്ക്, പറയടി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ഞാൻ എന്ന് പറയുമ്പം വേദ പറയാണ്, ഞാൻ പറയാം, ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്, അവിടെ വന്നാലേ ഞാനത് ഓർക്കുള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോ, അപ്പം അവിടെ വന്നു കഴിയുമ്പോൾ ഞാനത് പറയാം. എടി നീ കളിക്കുകയാണോ? കളിക്കരുത്, അത്രയും കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്ന കേസാണ്, ശ്രീനിവാസ സാറ് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങ് ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാം, ഇങ്ങോട്ട് വാന്നേ എന്ന് പറയാണ്. ഒരു രക്ഷയില്ലാതെ ദേഷ്യം പിടിച്ചിട്ട് വിക്രം വരികയാണ് കേട്ടോ വേദയുടെ വീട്ടിലേക്ക്. ആ സമയം വേദ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഉടനെ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അത് മോളെ നീ ദർശനമായിട്ടുള്ള കല്യാണത്തിനൊക്കെ സമ്മതിക്കണം എന്ന് പറയുമ്പോൾ വേദ പറയാണ്, ഇല്ല അച്ഛാ ഒരിക്കലും ഇല്ല, അച്ഛൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്ന് പഠിപ്പിച്ചത് അച്ഛനല്ലേ, അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്, എനിക്ക് വിക്രത്തിൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ തന്നെയാണ് താല്പര്യം, അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ അവിടുന്ന് പിണങ്ങി പോകുന്നൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുമെന്ന് പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ അങ്ങ് ദേഷ്യം വന്നിട്ട് വേദ പിന്നെ പറയാത്തതൊന്നുമില്ല കേട്ടോ. അങ്ങനെ വേദ പോകാനായിട്ട് യാത്ര പറയുക. അപ്പോൾ വിക്രം എത്തുകയാണ് കേട്ടോ. വിക്രം വന്ന് ബൈക്ക് വന്നിട്ട് ഓണടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വേദ പറയാം, ദേ വന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറയാം. മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്ന് പോവാണ് കേട്ടോ. ഇപ്പോൾ വിക്രം കളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, എടി ആ ഡോക്യുമെൻറ്റ്സ് എവിടെയാണെന്നാണ് ചോദിക്കുക, അതിനാണ് നിന്നെ ഞാൻ വിളിക്കാൻ വന്നത്. അതെനിക്ക് മനസ്സിലായല്ലോ, ഡോക്യുമെൻറ്റ്സ് എവിടെയാണെന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇത് കളിക്കാനുള്ളതല്ല, നിനക്ക് ശ്രീനിവാസ സാറിനെ അറിയില്ല, കുറേ കുടുംബങ്ങളുടെ ജീവിതത്തെ പ്രശ്നമാണ് നീ ഒളിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിക്രം ചൂടാവുക. അങ്ങനെ ഗതി കെട്ട് വിക്രം വേദയെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അവരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. വേദ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയുടെ പുറകിൽ നിന്ന് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. വിക്രം കാലിച്ച് തുള്ളിയൊക്കെ പോകുന്നുണ്ട്. വേദയോട് ഭയങ്കര ദേഷ്യമൊക്കെയാണ്. പക്ഷേ വേദ വിക്രത്തിനായിട്ട് ഇങ്ങനെ കുരങ്ങി കളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബാക്കി എപ്പിസോഡ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്